നമുക്ക് ഒരു ജോർജറ്റ് ഫീലിൽ വരുന്ന സാരിയാണ്. അന്ന് എക്സാക്ട്ലി ജോർജറ്റ് അല്ല, പക്ഷേ അതേ ഫീലിൽ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. വൺ ലെയർ ആയിട്ട് ഇടണമെങ്കിൽ നമുക്ക് വൺ ലെയർ ആയിട്ട് ഇടാം. നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ. ജോർജറ്റിൻ്റെ സാരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. എന്നാൽ അത്രയും ഫ്ലോയി കൈൻഡ് മെറ്റീരിയലും അല്ല, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ജോർജറ്റ് ഫീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 2180 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിലും, ഇപ്പോൾ ഒരു മഴ സമയത്ത് എടുത്തുകൊണ്ട് പോകണമെങ്കിലും ഒക്കെ നല്ല സാരീസാണ്. നമുക്ക് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്തീസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാട്ടോ. ഇത് കോട്ടൺ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കുർത്തിയാണ്, സ്ലിറ്റുള്ള കുർത്തീസ്. 690 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് എക്സൽ സൈസാണ്. ഇത് കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പം നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒരു 5% ഷ്രിങ്കേജ് വരാം. വേണമെങ്കിൽ എൻ്റെ അടുത്ത സൈസ് എടുത്താലും മതി. എക്സൽ ഉള്ളവർ അടുത്ത സൈസ് എടുത്തിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കോട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റാണ്, എക്സൽ സൈസ്. അപ്പം ഇത് വാഷ് ചെയ്തിട്ടില്ല ഞാൻ. ചിലപ്പം കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു അല്പം ഷ്രിങ്കേജ് വരാം. അപ്പം അങ്ങനെ ആകുമ്പോൾ അടുത്ത സൈസ് എടുത്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ 690 ഉള്ളൂ. നല്ല കംഫർട്ടബിളാണ് ഉപയോഗിക്കാനായിട്ട്. ഒരു ബേൺഡ് ഓറഞ്ച്, ഒരു ബ്രിക്ക് ഓറഞ്ച് ടോണിലേക്ക് വരുന്ന കുർത്തിയാട്ടോ. അപ്പോൾ നമുക്ക് സാരിയുടെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ്. ഫസ്റ്റ് സാരി വരുന്നത് ഇത് കണ്ടോ, ഒരു ബേജ് നേവി ബ്ലൂ ഒക്കെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സാരി. ഇത് കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയൽ വരുമ്പോൾ. മെറ്റീരിയലിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചോ. ജോർജറ്റ്, എക്സാക്റ്റ് ജോർജറ്റ് അല്ല, അതേ ഒരു ഫീലിൽ നിൽക്കും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന സാരീസാണ്. 2180 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതെങ്ങനെയാണ് സാരി വരുന്നത്. കുറേ പേരെന്നോട് ഇങ്ങനെ വലിയ ഡിസൈനുള്ള സാരീസ് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ഡോട്ട് ഡിസൈൻ വന്നിട്ടുള്ള ബ്ലൗസ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ഇട്ടാലും മതി. ഇപ്പോൾ നേവി ബ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ നേവി ബ്ലൂ ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ. ഇതിന് നേവി ബ്ലൂ അല്ലെങ്കിൽ ബേജ് ടോണിലുള്ള ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സാരീസാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലും. ഇങ്ങനെയാണ് ഫസ്റ്റ് സാരി വരുന്നത്. അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്, ഒരു ബേജ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. ബേജ് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലേക്ക് വരും. മുന്താണി, ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെയാണ് ഡോട്ട് ഡിസൈൻ വന്നിരിക്കുന്ന ബ്ലൗസ്. അപ്പോൾ ഇതിനൊക്കെ മെറൂൺ, നേവി ബ്ലൂ ഒക്കെ എല്ലാവർക്കും ഉള്ള കളേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ കളർ ഇട്ടാലും മതി. ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കോൺട്രാസ്റ്റ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇതിനൊക്കെ. ഇത് ഡിസൈൻ അല്പം ഡിഫറെൻ്റ് ആണ്. ഇത് കണ്ടോ, ഇതും നേവി ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഒക്കെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന സാരി. ഒരു നല്ലൊരു ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ, പെട്ടെന്ന് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ നല്ല സാരി. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ കളർ വരുന്നത്. അടുത്തത് വരുന്നത് ഗ്രീൻ. എന്നാൽ ഭയങ്കര ഇങ്ങ് ബോഡി ഹഗ് ചെയ്ത് കിടക്കുകയില്ല കേട്ടോ. ഇത് നമ്മൾ ജോർജറ്റിൻ്റെയൊക്കെ പോലെ ഭയങ്കര ബോഡി ഹഗ് ചെയ്ത് കിടക്കുകയില്ല. നല്ല സാരീസ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. അടുത്തത് വരുന്നത് ഇതും ബേജ് ആൻഡ് മെറൂൺ തന്നെ. ബേജ് ആൻഡ് മെറൂണിൻ്റെ ആദ്യം ഒരു ഡിസൈൻ കാണിച്ചായിരുന്നു. ഇത് അടുത്ത ഡിസൈൻ. മുന്താണി ആൻഡ് ബ്ലൗസ്. അടുത്തത് വരുന്നത് ബ്ലാക്ക് ആണോ, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ. നല്ല കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ. നല്ലൊരു ഒലിവ് ഗ്രീൻ്റെ ലൈറ്റർ ടോണിലേക്കൊക്കെ വരുന്ന ഒരു ഗ്രീൻ. ഇതാണ് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.